ആദ്യ തിരികൊളുത്തി ഈ ചടങ്ങിന് ശുഭാരംഭം കുറിക്കാൻ തലമുതിർന്ന നിർമ്മാതാവും വിതരണക്കാരനുമായ ശ്രീ സാഗ അപ്പച്ചൻ സാറിനെയാണ് ഞാൻ സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ് ടേക്ക് എ നോട്ട് എവരിബഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26-ാം തീയതി മുതലാണ് നമ്മുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രേക്ഷകരിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഉറച്ച വിശ്വാസമുണ്ട്. നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന, മനസ്സിലൊരു ഡൗട്ട് വന്നു ദിലീപ്. വേറെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് കളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എൻ്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാവുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചെടുത്തൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം, തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർ ടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർ ടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർ ടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും വക നടികർക്കും ആശംസകളും നേരാണ്. അനുപേട്ട സ്റ്റേജിലേക്ക് വരണം. ശ്രീ റോഷൻ ചിറ്റൂർ, അദ്ദേഹത്തിന് സ്വാഗതം. നിങ്ങളൊക്കെ മാറി നിൽക്കേണ്ടവരാണോ? ഞാൻ പ്രത്യേകം വിളിക്കേണ്ട കാര്യമുണ്ടോ? വി ആർ ഓൾ ഫാമിലി, റൈറ്റ്? വരൂ സ്റ്റേജിലേക്ക്. ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു. ഓഡിയോ ലോഞ്ച് ഇതാ വേദിയിൽ നിർവഹിക്കപ്പെടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ട്, ജോഷി സാറുണ്ട്, സിനിമയുടെ സംവിധായകരുണ്ട്, സെറിഗമയുടെ പ്രതിനിധിയുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പവി കെയർ ടേക്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. കോമൺ എവരിബഡി പ്ലീസ്. മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ നമുക്ക് അത് കേൾക്കാം. കണ്ടിട്ട് എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്.
അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി കെയർ ടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സയന്റിസ്റ്റുകൾ പറയും കോസ് ഇല്ലാതെ എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ ഫലമില്ല. ദിലീപ് ഒരു കാരണമാണ്. അമ്മ എന്ന സംഘടന തങ്ങളുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുവാനും മറ്റ് ഫണ്ട് റൈസിങ്ങിനും ഒക്കെയായി ആലോചന നടത്തിയപ്പോൾ ദിലീപ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു. നമുക്ക് ഏവർക്കും അറിയാം, അന്ന് വരെ മലയാള സിനിമ ദർശിക്കാത്ത ഒരു ഹിറ്റായി മാറിയ 2020യെ കുറിച്ച്. മറ്റൊരു നിമിത്തമാണ് ഇന്നിവിടെ നടന്നത്. മലയാള തിയേറ്റർ വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള സംഘടന ഫിയോക്ക് പിച്ച് വെച്ച് നടന്നു എന്ന് ജെ.കെ. പ്രസിഡന്റ് പറഞ്ഞു. 7 വയസ്സിൽ തന്നെ പണി തുടങ്ങി. അത് വിതരണമാണ്, നിസ്സാര കാര്യമല്ല. 7 വയസ്സിൽ തുടങ്ങിയത്. അത് ദിലീപിന്റെ ചിത്രം വെച്ച് കൊണ്ടായതുകൊണ്ട് മറ്റൊരു നിമിത്തമായി അത് മാറും. അത് വൻ വിജയമാകട്ടെ എന്നാണ് ആദ്യ ആശംസ. ഈ പവി എന്ന സിനിമ ചേംബറിൽ വരുമ്പോൾ ഞാനിത് പ്രോജക്റ്റൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ചില പ്രോജക്റ്റിൽ ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ചില പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്തോ ഒരു വെളിച്ചം നമുക്കടി, ഒരു പോസിറ്റീവ് എനർജി. രാവിലെ നമ്മൾ നന്നായിട്ടൊക്കെ ഒരുങ്ങി നമ്മൾ ഭയങ്കര സ്മാർട്ടാണെന്നൊക്കെ നമ്മൾ സ്വയം ധരിക്കുക. അത് ഈഗോയാണ്, മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ അത് ഈഗോയാണ്. എന്നിട്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരാൾ പറയുക, ഇതെന്നെ ഡ്രസ്സാണ്, കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ കൊള്ളാമായിരിക്കും, മറ്റു വല്ല ലക്ഷ്യത്തോട് വായിക്കാൻ പറയുക. നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അടിക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എങ്കിൽ അവിടെ ഐശ്വര്യമുണ്ട് എന്നാണ് അർത്ഥം. ഈ പരാജയത്തിന്റെ അവകാശം ആരും ഏറ്റെടുക്കാറില്ല. പരാജയം എന്നും അനാഥനാണ്. ഒരു പരാജയപ്പെട്ട സിനിമ എടുത്ത പ്രൊഡ്യൂസറെ പോലും വീട്ടുകാരെ പോലും മൈൻഡ് ചെയ്യാറില്ല. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ചാർച്ചക്കാരൊക്കെ ഇത് പടം എടുത്തു അത്രയും. ഒരു പടം വിജയിച്ചാൽ വിജയത്തിന് വഴിയെ പോകുന്ന ഒരു മൊത്തം അവകാശികളാണ്. വിജയത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ മുട്ടിയിട്ട് നടക്കാൻ പറ്റും. ഞാൻ അന്നേ പറഞ്ഞില്ല പടം വിജയിക്കും, ഞാൻ അന്നേ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവകാശം എവിടെയെങ്കിലും ഏറ്റെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പരാജയമെന്നും അനാഥനാണ്, വിജയമെന്നും സനാതനാണ്. ഇവിടെ ഈ പവി എന്ന സിനിമയുടെ കെയർ ടേക്കർ എന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ മറ്റൊരു നിമിത്തമുണ്ട്. ഈ CID മൂസയ്ക്കകത്ത് ഒരു പട്ടിയുടെ സീനുണ്ട്. ആ CID മൂസ ഷൂട്ട് ചെയ്ത അതേ ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. ശരിയാണോ? അതെ, ഞാനിപ്പോൾ അറിഞ്ഞ കേസാണ്. അതിൻ്റെ അർത്ഥം മറ്റൊരു നിമിത്തമാണ്. ഈ നിമിത്തങ്ങളെല്ലാം കൂടി ഏപ്രിൽ 26-ന് ഫിയോക്കിന്റെ ആദ്യ സംരംഭം, ഫസ്റ്റ് വെഞ്ചർ
ദിലീപ് എന്ന് പറയുന്ന വ്യക്തിത്വം, ദിലീപിനെ ഞാൻ പറയാം, ദിലീപിന് എപ്പോഴും ഇടങ്ങുന്നത് തമാശ ക്യാരക്ടറാണ്. തമാശയിലൂടെ കരയിക്കുക. ദിലീപിന്റെ ചിത്രങ്ങളിലൂടെ ഒരു ഡേറ്റ നമ്മൾ എടുത്താൽ, ഒരു ഫീഡ്ബാക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാവും വിജയ് ചിത്രങ്ങളെല്ലാം ദിലീപിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി പ്ലസ് കഥ അങ്ങനെ പോകുന്നതാണ്. ദിലീപിന്റെ എല്ലാ ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. വളരെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ അല്ലാതെ വിജയിച്ച ചിത്രങ്ങളുള്ളൂ. ഞാനൊരു സ്റ്റഡി നടത്തി പറയുകയാണ്. ഈ പടത്തിന് വേണ്ടത്ര ചേരുവ തമാശക്കുണ്ട്, എന്നാൽ സീരിയസ് ആണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ലക്ഷണമൊത്ത ഒരു ഹിറ്റായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പടം ആദരണീയരായ ജോഷ് സാർ, മണി സാർ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി താങ്ക് യു സോ മച്ച്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ 26 റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയുടെ കഥ ഞാൻ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. പക്ഷേ ഇത് ഫഹദ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ലാന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാജേഷിനോട് ചോദിച്ചു, ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും? അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങളിനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയില്ല, കാരണം ഞാനും ദിലീപേട്ടനും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കഥ പറയാൻ, അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അയാൾ ഞാനല്ല ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്ത് ഫഹദ് എൻ്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട്, പക്ഷെ ആ കഥ എനിക്ക് ദിലീപേട്ടൻ്റെ അടുത്ത് പറയണം, വാ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപേട്ടൻ? പാച്ചിക്കയുടെ പടത്തിൽ, വാപ്പച്ചിയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപേട്ടൻ്റെ ക്യാരക്ടറിൽ ചെന്നിരുന്നു. പക്ഷെ കഥ പറയാനുള്ള എന്താ പറയുക, ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതല്ല ദിലീപേട്ടനെ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി. ഈ കഥ ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ശ്രമം മുമ്പ് നടത്തിയത്. അപ്പോൾ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്, ലാൽ ജോസ്. അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇനി ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്, ബെസ്റ്റ് ദിലീപാണ് ഇതിന് ഏറ്റവും ആപ്റ്റ്. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്. ലാലുവേട്ടനാണ് ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത്, ദിലീപ് ഞാനൊരു കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുവേട്ടനാണ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവേട്ടനും കൂടാണ്. അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപേട്ടൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സിനിമ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ആലോചിച്ചിട്ടില്ല. വേറെ ആലോചിക്കണ്ട, ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ്, അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു. പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു. കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ കോവിഡ് വരുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടായി. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത്. ഷൈജു ഖാലിദും സംയുക്ത നായരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു. അങ്ങനെ ടൊബിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്തു. വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു. ഇത്രയും കാലഘട്ടം, അല്ലെങ്കിൽ 2019 ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് 2024 ഇറങ്ങുന്ന സമയത്ത്, 2024 ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, രാജേഷ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ രാജേഷിനോട് ചോദിച്ചു, രാജേഷ് ഇത് എഴുതാൻ എത്ര സമയം എടുക്കണം?
ഒരു 2 മാസം കൊണ്ട് ഞാൻ എഴുതി തരും, അത് കുഴപ്പമില്ല. അത് നമ്മൾ റൂം എടുക്കുന്നു, 2 മാസം എഴുതുന്നു. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ റേഷൻ എടുത്ത് എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് അപ്പോൾ പറഞ്ഞില്ല. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ റേഷനോട്, റേഷൻ ഈ ഡ്രാഫ്റ്റ് ഇനി ഞാൻ പൊളിക്കാൻ പോവാണ്, തുടങ്ങുകയാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ റേഷൻ്റെ മുഖമൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഏറ്റവും അതിൻ്റെ എന്താ പറയുക, എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ദിലീപേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ ഈ നിലയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം, ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ VFXൻ്റെ ഡീറ്റെയിലിങ്ങുമായിട്ട് അദ്ദേഹം 12 മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അന്ന് രാത്രി 10:30 ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി 11:30 വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി. അങ്ങനെ 12:30 ഞങ്ങൾ സ്ക്രിപ്റ്റ് വായന തുടങ്ങി, പുലർച്ചെ 3:30 വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ്. അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അത് ഒരു വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേട്ടൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്രയും ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് വളരെ ചെറിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തുനിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരം ഒരു യാത്രയിലാണ്. അതുപോലെ പവിത്രനെ നമ്മുടെ ഒരു രാത്രിയിൽ ചില പരാജയങ്ങൾ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ബൈക്കെടുത്ത് ഞാൻ ലുലുവിൻ്റെ അവിടെ, ഇപ്പോൾ ആ തട്ടുകട അവിടെ നിന്ന് മാറ്റി ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്, ഖൈബർ. അത് ചിലർക്കൊക്കെ അറിയാം, മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യി നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ ഉണ്ട്. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രൈസ് ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായയും ക്രൈസ് ബിസ്ക്കറ്റും കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഞാൻ ചോറൊക്കെ ഒന്ന് സുഖമായിട്ടിരിക്കാൻ നമ്മ വിചാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ
അയാൾ ഏകദേശം 12 വർഷം അയാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ, കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയില്ല. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ചിത്രീകരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്. അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്. പവിത്രൻ സ്നേഹമുള്ളവനാണ്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് അത് കാലതാമസം വന്നെങ്കിൽ പോലും അത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ നമ്മളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ. അതിൻ്റെ എല്ലാ കൈയടക്കത്തോടെയും അതിൻ്റെ എല്ലാ ഇതോടുകൂടിയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കാത്തിരിപ്പിനെ പറ്റി യാതൊരു വേവലാതിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര തവണ മാറ്റി എഴുതാൻ പറഞ്ഞാലും എത്ര തവണ ഇംപ്രൊവൈസ് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ പോലും ഞാൻ അതിലൊരു മുഷിവ് കാണിക്കാഞ്ഞത്. പവിത്രൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. പവിത്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ സംഗീതം നമ്മൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരം നമുക്കിപ്പോൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സംസാരിക്കാൻ എത്രമാത്രം കഴിവുണ്ടെന്ന് അറിയില്ല. ഈ ഫംഗ്ഷൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നിമിഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. കാരണം തിരി തെളിയിച്ചപ്പോൾ ദിലീപേട്ടനും ലാൽ സാറും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു എംബാരസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാനൊരു സിനിമയിൽ വെച്ച് ചുറ്റുമുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ വോളിയം കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പോൾ ആ തിരി തെളിയിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അപ്പോൾ സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി, മലയാളത്തിലിപ്പം 2-3 വർഷമായി. പക്ഷെ എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം, അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്ന് എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ, താങ്ക് യു സോ മച്ച്. പിന്നെ വിനീതേട്ടൻ, ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഷിവും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വിനീതേട്ടൻ എന്നെ മ്യൂസിക്കലി വളരെയധികം എൻ്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്ത ഒരു ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഡയറക്ടറാണ്. അപ്പം അതിന് വിനീതേട്ടനോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക്, ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് ഏട്ടനും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല, എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു, ചേട്ടൻ പടം കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു 500 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം അത്രയും നമ്മുടെ ഇത് സ്കോർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേർണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം 26-ാം തീയതി റിലീസ് ആവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. പാടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പടം ഇപ്പോൾ ഈ സിനിമയിൽ ആദ്യം റിലീസ് ചെയ്ത് പിറകിലാരോ വിളിച്ചു എന്ന് പറഞ്ഞ പാട്ടാണ്. ഷിബു ചക്രവർത്തി സാർ എഴുതിയ. കപിലനാണ് ഒറിജിനൽ പാടിയിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ 2 വരി പാടാം. പിറകിലാരോ വിളിച്ചോ, മധുര നാരകം പൂത്തോ, അകലെ മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു, മുറിയിൽ കഥകിന് വെളിയിലൊരു കിളി പതിയെ ഒന്ന് ചിലച്ചു. ഇത്രയും ആൾക്കാരുടെ ഒരു പാടാൻ ചമ്പലുണ്ട്. താങ്ക് യു സോ വെരി മച്ച്. അപ്പോൾ നേരത്തെ കണ്ട പാട്ടിനെ ഓഡീഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ്
ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായിട്ട് ജൂഹിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂഹി ജയകുമാർ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഇതെൻ്റെ ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച് ദിലീപ് സാർ, വിനീത് സാർ, രജത് സാർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളുടെ പടം പവി കെയർടേക്കർ April 26 റിലീസ് ആവാണ്. നിങ്ങളെല്ലാവരും പടം കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ളത്. ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല. സോ ഞാനൊരു സുംബ ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സാർ ഇതിൽ AD ആയിരുന്നു. അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവി ഉണ്ട്. ദിലീപ് സാറാണ്, വിനീത് സാറാണ് ഡയറക്ടർ. ഒരു കഥാപാത്രമാണ് പവി. ഞാൻ കൂടെ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് പവി. വളരെ നന്നായിട്ട് വിനീത് അത് പകർത്തിയിട്ടുണ്ട്, നന്നായിട്ട് രാജേഷ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള വളരെ എന്താ പറയുക ഒരു ഫീൽ ഗുഡ്, അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന സിനിമയാണ്. ദിലീപ് എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപ് എന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ തിയേറ്റർ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ സൂപ്പർ ഹിറ്റാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാവരും ഇരിക്കുന്ന വേദിയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം. പണ്ട് മിമിക്രിയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂ ഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയെ പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലിയ വേഷം നിന്ന ഒരാളല്ലേ. പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട. എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാട്ടി മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകന്ത് രചന നിർവഹിച്ച ഒരാളാണ്. എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കനെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, അരിശ്രേശവനെ സലികുമാറിനെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടമനക്കാടും റോഷൻ ചുറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം.
നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്തൊരു സിനിമ, രജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസൻ ചേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. ഇരുവേട്ട നന്ദി, നമസ്കാരം. Thank you so much, Nabbu. Wonderful actor par excellence, our very very dear Dilip, ladies and gentlemen. സ്വാഗതം വേദിയിലേക്ക് ദിലീപ് ഏട്ടാ. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിൻ്റെ ലോഞ്ചാണ്. ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷൻ്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ വിജയേട്ടനോട് പ്രസംഗിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപിടിച്ച വിജയേട്ടൻ്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല. ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ് ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ? ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്റർ ഉടമയും. അപ്പോൾ ലിസ്റ്റിൻ്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്. കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷന് ഇരിക്കാനൊരു, അതിൽ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു, അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാരൻ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ,
ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ്. ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ, പല വേഷത്തിൽ നമ്മൾ ശ്രമിക്കും. ഇന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ, രാജേഷ് രാഘവൻ നന്നായിട്ട് എഴുതിയൊരു കഥ, ഈ സിനിമ പവി കെയർടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ CEO ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത്, ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞങ്ങൾക്ക് കുറേ ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം. നിങ്ങളങ്ങനെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവി കെയർടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ. അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദിനെ കെട്ട് കയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിൻ്റെ ഒക്കെ മെക്കെട്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആദ്യ നായകനാണ് ഞാൻ. അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായികമാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവർ 5 പേരും കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ്, നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവറിയാം. അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിൻ്റെ ക്യാമറമാൻ സനു താഹിർ. സനുവിൻ്റെ നല്ല വർക്കാണ്. സനു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണിനെ നിങ്ങൾക്ക് അറിയാം. എന്നെയും ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോ അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ. മാഡത്തിൻ്റെ രാധി ചേച്ചിയുടെ അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന, നാളെ ഇലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രമാണ്. രാമലീലൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതിൽ റിട്ടയേർഡ് SI മറിയാമ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ വേദിയിൽ എന്താ പറയുക, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26-ന് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാറ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മയിൽ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം
അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം വെളുത്തപ്പോൾ പറഞ്ഞു, ജേക്കബേട്ടൻ പറഞ്ഞു 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം, അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിറ്റു, അതുപോലെ എൻ്റെ സഹോദരന്മാർ അനൂപ്, സുരാജ്, പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തായ KP വ്യാസനെ വരും. വ്യാസ് ഭായ് കൈയടി വെച്ചിട്ട് പോകും പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും നിക്രിട്ട് നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെൻറ്റേറ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായ ഇന്ദ്രിയ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയത് വ്യാസനാണ്. അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി.